ഈ ഒരു വീഡിയോ കണ്ടാൽ നമ്മൾ എവിടെ കുപ്പി കണ്ടാലും പൊറുക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുപ്പി വെച്ചിട്ടുള്ള നമ്മൾ വെറുതെ കളയുന്ന ഈ കുറച്ച് കുപ്പികൾ വെച്ചിട്ടുള്ള അടുക്കളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മിക്ക വീടുകളിലും അതുപോലെ തന്നെ നമ്മളെ ഈ ആളുകളൊക്കെ കുറച്ച് ദിവസത്തിനൊക്കെ ഒരു മാസത്തിനൊക്കെ പണിക്കൊക്കെ പോകുമല്ലോ ദൂരത്തേക്ക്. അപ്പോൾ ഓൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഈ കടല, പരിപ്പ്, അതുപോലെ ചെറുപയർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പഞ്ചസാര, അങ്ങനത്തതൊക്കെ നമുക്ക് നല്ല ഭദ്രമായിട്ട് എന്തും തന്നെ ഭദ്രമായിട്ട് വയ്ക്കാം കേട്ടോ. അതിന് പറ്റിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളെ വെള്ളത്തിൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പി എടുക്കുക, എന്നിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ആ സംഭവം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം. കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. കൈ മുറിയാതെ നോക്കണം കേട്ടോ. ഞാൻ പേടിച്ചാണ് കട്ട് ചെയ്യുന്നത്. പേടിയുണ്ട്, കാരണം നല്ല മൂർച്ചുള്ള പുതിയ ബ്ലേഡാണ്. കൈ എങ്ങനെയും ഒന്ന് കത്തി ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞ് നമ്മളെ കയ്യുമേക്ക് വരും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, കുട്ടികളൊന്നും മുൻപിൽ വെച്ച് ചെയ്യരുത്. പിന്നെ വീണ്ടും ഞാൻ 2-3 ടിപ്പ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. സിമ്പിളായിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി, വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇനി കുപ്പികളൊന്നും നമ്മൾ വെറുതെ അങ്ങോട്ട് ഒഴിവാക്കി കളയണ്ട. അപ്പോൾ ഇതേപോലൊക്കെ ചെയ്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റിയെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുത്ത ശേഷം നമ്മൾ അടുത്തത് എന്താണ്, നമുക്ക് അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പൊന്ന് നീക്കം ചെയ്യുക. എന്നിട്ട് നമുക്ക് അതാണോ നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ കവറിലുള്ള ആ ഒരു സാധനം, അപ്പോൾ ആ ഒരു കവറിനെ നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ അകത്ത് കൂടെ എടുത്തിട്ട് അടപ്പിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വലിച്ചിട്ട് ആ ഒരു കവറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ അടുപ്പിനെ മറച്ച് വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെക്കുക. കണ്ടില്ലേ, വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ള കവറാണ്, മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ കവറുകളൊക്കെ ഉണ്ടാവും നമുക്ക് സാധാ ഒരു കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം അതിലാണെങ്കിൽ ഇതിലേറെ നല്ല സൂപ്പറായിട്ട് നിൽക്കും. ഇതിലും നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ആ അടപ്പുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചാൽ നമ്മളെ സാധനങ്ങളൊന്നും ഒരിക്കലും കേടുവരില്ല. അതുപോലെ തന്നെ കുപ്പിയിലിട്ട് വെക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. കാരണം നല്ല അടിപൊളിയായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ സൂപ്പറല്ലേ. എനിക്കിഷ്ടമായ 2ാമത്തെ ടിപ്പാണിട്ടത്. എനിക്ക് നല്ല വർക്കായിട്ട് ഇതും അതുപോലെ തന്നെ നമ്മളെ ധാന്യങ്ങളിട്ട് വയ്ക്കുന്നത്, പഞ്ചസാര ഇട്ട് കവറിൽ മൂടി വയ്ക്കുന്നത്, അത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. കാരണം ഞാൻ ഭരണിയിൽ ധാന്യങ്ങൾ ഇട്ട് വെച്ചാൽ പകുതി ബാക്കിയാവും. അപ്പം ഞാൻ ഇങ്ങനെ കെട്ടി റബ്ബർ ബാൻഡ് ഇട്ട് വെക്കലാണ്. അപ്പോൾ അതിലേറെ നല്ലത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ അതൊരു സൂപ്പറാണ്. അപ്പോൾ അടുത്തത് ഞാൻ ചെയ്യണത് കണ്ടില്ലേ, കുപ്പി ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക. നമ്മൾ നേരത്തെ മുറിച്ചത് റൗണ്ടിലായിരുന്നു, ഇപ്പോൾ ഈ ഒരു ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം. ഇങ്ങനെ സാവധാനം മുറിക്കണം കേട്ടോ, പെട്ടെന്നൊന്നും ചെയ്യരുത്, സാവധാനം മുറിച്ചാൽ മതി. അർജൻറ്റും കാര്യങ്ങളൊന്നും കാണിക്കരുത്, കൈ പോയാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, വീഡിയോയിൽ കാണിക്കുന്ന പോലെ എന്നിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിലേറെ സിമ്പിളായിട്ട് നിങ്ങൾക്കൊക്കെ മുറിക്കാൻ കഴിയുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, പേടിച്ചാണ് മുറിക്കുന്നത്. പേടിയാണ്, നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ തന്നെ ആ ഒരു സഹിക്കണ്ടേ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഒരു ഷേപ്പിൽ മുറിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ സാധനം. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, പകുതി ഇതായിട്ട്. എന്നിട്ട് പിന്നെ നമുക്ക് നമ്മൾ ധാന്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ കോരിയെടുക്കാൻ, അതുപോലെ പൊടികളൊക്കെ കോരിയെടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കടല ആയിക്കോട്ടെ, അതുപോലെ തന്നെ പരിപ്പായിക്കോട്ടെ, ചെറുപയറായിക്കോട്ടെ, എന്തും തന്നെ നമുക്ക് ഭരണിയിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതൊരു നല്ലൊരു കയ്യിലായിട്ട് കോരുന്നൊരു സാധനമായിട്ട് നമുക്ക് ആ ഒരു ഇതിലിട്ട് വെക്കാം. ഇതിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും നമ്മളെ ഗോതമ്പ് പൊടിയിലിട്ട് വെക്കാൻ കേട്ടോ. സംഭവിക്കും നല്ലോണം ഇഷ്ടമായിട്ടോ. ഞാൻ എപ്പോഴും നമ്മളെ കിച്ചണിലെല്ലാ കയ്യിലുകളെടുത്താണ് കൊണ്ടുപോകലും. ഇത് കോരാനായിട്ട് സെപ്പറേറ്റ് കയ്യിലൊന്നും ഞാൻ വെച്ചിട്ടില്ലായിരുന്നില്ല. പിന്നെ നമ്മളങ്ങനെ നമ്മളെ ഇതിലില്ല കയ്യിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ചെറിയ നനവൊക്കെ ഉണ്ടെങ്കിൽ പൊടികളൊക്കെ കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ പൊടികളൊന്നും കേടുവരില്ല. കാരണം നമ്മളിത് ആ ഒരു ഇത് തന്നെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് കൊണ്ട് പൊടികൾ കേടുവരില്ല. അരിപ്പൊടി ആണെങ്കിലും, മഞ്ഞപ്പൊടി ആണെങ്കിലും, മുളക് പൊടി ആണെങ്കിലും, ഗോതമ്പ് പൊടി ആണെങ്കിലും, എന്തിലും നമുക്ക് ഈ ഒരു കുപ്പിയിൽ നമുക്ക് ഇങ്ങനെ ഒരു കയ്യിലാക്കിയിട്ട് വെക്കാം. പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത്, നമ്മളെ വീട്ടിൽ കുറേ കവറുകൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. അടക്കി ഒതുക്കി വെച്ചാൽ അതൊരു സേഫായിട്ട് അവിടെ നിൽക്കും. നമുക്ക് കവറുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാനും നല്ല വൃത്തിയിൽ കിടക്കാനൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ഈ ഒരു കവറുകൾ വെച്ചിട്ട് ഒരു ബാഗ് ഉണ്ടാക്കിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് പോയി കാണുക. പിന്നെ അതേപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഈ ഒരു കുപ്പീനെ വേറെ ഒരു കവറിലിട്ട് വെച്ചിട്ട്, അതായത് തിരിച്ച് വെക്കുക, കവറിൽ തിരിച്ച് വെച്ചിട്ട് ആ ഒരു കവറിൻ്റെ അടിയിൽ ഒരു കീറൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കവറുകൾ ഇങ്ങനെ ആ ഒരു
കവറിനുള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചൂരി ഓരോന്നോരോന്നായിട്ട് എടുക്കാം കേട്ടോ. ആ കവർ നമുക്കൊരു ആണി നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ തൂക്കിയിട്ടാൽ സിമ്പിളായിട്ട് കിട്ടും. ആ ഒരു ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്, അത് ഉൾപ്പെടുത്താൻ ആ ഒരു ക്ലിപ്പ് നോക്കിയിട്ട് കാണുന്നില്ല. ഇനി മുട്ട വയ്ക്കാൻ സ്റ്റാൻഡിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മളെ ഈ ഒരു വേസ്റ്റ് കുപ്പി വെച്ചിട്ട് നമുക്ക് മുട്ട വയ്ക്കാനുള്ള ഒരു നല്ലൊരു സംഭവമായിട്ട് എടുക്കാം. അപ്പോൾ അതിന് ഞങ്ങളില്ലേ ഇതേപോലെ കുപ്പി മുറിച്ചെടുക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അടപ്പിൻ്റെ ആ ഒരു വശത്ത് പശയൊക്കെ തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പശ തീർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇതുപോലൊക്കെ നമുക്കൊരു അതായത് ഐസ്ക്രീം ബോക്സൊക്കെ ഉണ്ടാവുമല്ലോ വലിയ, അപ്പോൾ അതിലൊക്കെ നമുക്ക് ഇങ്ങനെ അടപ്പിൻ്റെ ആ താഴ്ഭാഗം ഒട്ടിച്ചിട്ട് അതിൽ മുട്ട ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് മുട്ട വയ്ക്കാനുള്ള സ്റ്റാൻഡുമായി, മുട്ട പൊട്ടിപ്പോവില്ല, നല്ല സേഫായിട്ട് തന്നെ നമുക്ക് നമ്മളെ മുട്ട കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുറച്ച് നല്ല നല്ല ടിപ്സുകൾ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.